ഞാൻ നിങ്ങളെ കാണാനല്ല ഞാൻ വരുന്നത്. പറ്റല നിക്ക്, ഞാൻ കഥ പറഞ്ഞിട്ട് പോവാലോ നമുക്ക്. കൊറേ നാളായിട്ട് നിങ്ങളെല്ലാം കാണാത്ത വലിയ ഒരു ടെൻഷൻ ഉണ്ടായി. ഇന്ന് നമ്മളെ ടെൻഷൻ എല്ലാം മാറ്റണം. നിക്കിപ്പോ പോകുന്നതല്ല പയ്യ, എന്ത് എപ്പോഴും പോകുന്ന ജാഗ നീ ഇരിക്കറോ. അപ്പൊ അങ്ങനത്തെ കഥ. പിന്നെ ഞാനിപ്പോ അതിലെ വരുമ്പോഴേക്ക് ഒരു ടംപോ വണ്ടി ഉണ്ടിലിട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ഡ്രൈവറുടെ ഇപ്പോഴത്തെ ഡ്രൈവർ കണ്ണു മുഖമൊന്നുമില്ലേ? നല്ല ഡ്രൈവർ അല്ലേ ഡ്രൈവർക്ക്? ഞങ്ങള് പണ്ട് വണ്ടി ഓട്ടിയ കഥ അറിഞ്ഞെങ്കിൽ എന്താ? ഞങ്ങളെ വണ്ടി ഓട്ടലിന്റെ കഥ അറിഞ്ഞിട്ടില്ലേ? നിനക്കറിയല്ലോ. പണ്ട് എനിക്കറിയാലോ, ഓനിക്കറിയാം. പണ്ട് നമ്മളെ കണ്ണൂർന്ന് ലോഡ് എടുക്കുന്ന എടുത്തേക്ക് അങ്ങനെ പോയായിരുന്നു. ഇങ്ങനെ പണിക്ക് വേണ്ട, നീ ഇരിക്കി, അയക്കെല്ലാരും കൊണ്ടുവരൂ, നീടെ ഇരിക്കി. പണ്ട് ഞാൻ ഈ ലോഡ് എടുക്കുന്ന കണ്ണൂർന്ന് രാത്രി പോയിട്ട് ലോഡ് എടുക്കുന്ന. ഈ ലോഡ് എടുക്കുമ്പോഴേക്കില്ലേ ഞാന് 10-11 മണിയാകുമ്പോ ലോഡായിട്ട് ആടുന്ന് എടുത്തിട്ട് വരലാണ് മംഗലാറ്റേക്ക് പോന്നെ. ഈ മംഗലാറ്റേക്ക് പോകുമ്പോ അതിന്റെ ഇടയിൽ നിന്ന് ബദിയാന്റെ അടുത്ത് ചായ കുടിച്ചിട്ട് എപ്പോ പോലും ഒരുന്ന ഞാൻ ലോഡ് എടുക്കാൻ പോയിട്ടാകുമ്പോഴേക്ക് ഭയങ്കര ക്ഷീണം. മുന്നത്തെ കുറച്ച് പരിപാടിയെല്ലാം ഉണ്ട്, ഭയങ്കര ക്ഷീണമായിപ്പോയി. അങ്ങനെ ലോഡ് എടുക്കുന്നതിൽ ചെറിയ വണ്ടി ഒന്നുമല്ല, ഒരു 30ഓളം ഉരുളുള്ള വണ്ടിയില്, ചെറിയ വണ്ടി ഒന്നുമല്ല. അങ്ങനത്തെ 30അല്ല, ഒരു 25 ഉണ്ടാവും. നേരെ വരും ഉണ്ടാവും. ഒരു 22 കൂട്ടാൻ, 25 കണക്കാക്കാം. ഞാൻ അപ്പോഴത്തെ ഓർമ്മല്ല, എനിക്കിപ്പോ ശരിക്കും കിട്ടുന്നില്ല. അപ്പൊ ആ കാലത്ത് 2 വണ്ടികൾ, ഒന്ന് തിരുവനന്തപുരത്ത് രഘുവട്ടൻ ഓട്ടുന്ന വണ്ടി, കാസർഗോഡ് ഞാൻ ഓട്ടുന്ന വണ്ടി. 2 ഒരേ ഉള്ളൂ, അങ്ങനത്തെ കൂടുതലില്ല. നിങ്ങൾ ഒരു ആക്കലാക്കണ കഥ പറഞ്ഞു പറഞ്ഞപ്പാ, നിക്ക്, ഞാൻ കഥ പറഞ്ഞു പറഞ്ഞേ. അങ്ങനെ ഞാൻ വണ്ടി എടുത്തിരുമ്പോ ഭയങ്കര ക്ഷീണമുണ്ട്. അങ്ങനെ ലോഡായിട്ട് ഇങ്ങനെ വരുമ്പോഴേക്ക് നമ്മളെ മറ്റേ തളിപ്പറമ്പ് കയറ്റത്തിൽ ഇങ്ങനെ ഞാൻ വരുന്ന, ഞങ്ങൾക്കൊരു ലോഡ് ഇങ്ങനെ കയറിയിട്ട് വരുന്ന ഒരു ഓർമ്മയുണ്ട്. നോക്കുമ്പോ ഈ ക്ഷീണം കൊണ്ട് ഞാൻ ഇങ്ങനെ മയങ്ങിപ്പോയി. വണ്ടി ഓട്ടുമ്പോഴോ മയങ്ങിപ്പോയി. ക്ഷീണം ഉണ്ടാകുമ്പോ മയങ്ങിപ്പോ പ്രശ്നമില്ല. അങ്ങനെ മയങ്ങിയിട്ട് നോക്കുമ്പോ ഞാൻ പിന്നെ ഞാൻ സ്റ്റാരിങ്ങിന് ഇങ്ങനെ തടുന്ന മാത്രമേ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഒരു ഓർന്ന് കേട്ടിട്ട് ഞാൻ പെട്ടെന്നിങ്ങനെ നെച്ചിട്ട് എടുത്ത് നോക്കുമ്പോ ബദ്രാന്റെ ഉള്ളിൽ നിന്ന് നമ്മളെ ചെക്കന് ചായ ഞാൻ പറയും നോക്കിപ്പാ, ചായ വീട്ടിലല്ലടോ ഇത് നേരെ ഞങ്ങൾ അല്ലാതെ ആട് തീർത്തൊക്കെ എത്തണമെങ്കിൽ 1-1.5 വിടലെന്ന് ഇയാളെ വിട്ടിട്ട്. ബോംബെന്റെ കഥയല്ലെങ്കിൽ അത് ഭയങ്കര കഥ. ബോംബെയിൽ എന്തെങ്കിലും ഞാൻ ഇവിടെ ഇങ്ങനെ ഡ്രൈവർ ഇതെല്ലാം ആക്കിട്ടാമോ ചങ്ങായിമാർ എന്നോടല്ലേ, നീ അതെല്ലാം മതിയാക്കിട്ട് ബോംബെക്ക് പാടോ, നല്ല ജാഗ ഈടല്ല, നീ ആടെന്ന് എന്താക്കുന്നില്ല. ഞാൻ എന്താക്കി, ഏതായാലും ബസ്സിൽ കേട്ട് ബോംബെക്ക് വിട്ടു. നോക്കുമ്പോ ബോംബെയിൽ മറ്റേ ചോറ് ബസാറിൽ ചോർക്ക് പണിയെ നല്ല സാധനം ചാക്ക് കൊണ്ട് വരുന്ന ചൊരിയുന്നത്, വിളിച്ചു പറയുന്നത്, വിൽക്കുന്നത്. എന്നോട് ഒരു ചാക്ക് കൊണ്ട് തന്നല്ലേ ബിറ്റെങ്കിൽ പകുതി നിനക്ക് പകുതി ഞങ്ങൾക്കല്ലേ. ഞാൻ പിന്നെ നിനക്കറിയല്ലോ ഇങ്ങനത്തെ വിൽക്കാൻ ഭയങ്കര ഉഷാറല്ലേ. അങ്ങനെ ഞാൻ എന്താക്കിയല്ലേ, ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഒരു ആക്കലുണ്ട്, അത് പാടില്ല. ഞമ്മ കഥ പറയുന്നത് ഇല്ലത് പറയുമ്പോ നീക്ക് എന്താ പൊള്ളുന്നത്? നീ ഉഷാറില്ലാത്ത കൊണ്ടല്ലേ നിങ്ങൾക്ക് പൊള്ളുന്നത്. ഞങ്ങളെ ഉഷാറിനെ നിങ്ങൾ മനസ്സിലാക്കടോ. അങ്ങനെ ഞാൻ ഇങ്ങനെ സാധനം പോലെ ചോദിച്ചിട്ട് ഞാൻ ചടപടപട, അതായത് എല്ലാ കാസറ്റ്, ബ്ലാക്കിന്റെ കാസറ്റ് ചടപടപട ഞങ്ങൾക്ക് പിന്നെ ഫുള്ള് ഹിന്ദിയിൽ ഞാൻ ഭയങ്കര ചാലുവല്ലേ. ആൾക്കാർ ഹിന്ദി അങ്ങനെ അറിയൂന്നല്ല, അന്നൊന്നും അറിയൂ കുറച്ച്. കാസറ്റിന്റെ പേരറിയാൻ പിന്നെ വലിയൊരു ഇന്ത്യ എത്തിയത്തില്ല, അങ്ങനെ പഠിക്കാനായിട്ടാലോ ഇങ്ങനെ ആക്കുന്ന നീടോ. ഞാൻ കഥ പറഞ്ഞ് തീർത്തോർന്നെ. അങ്ങനെ ഞാൻ എന്റെ ഉഷാറ് കണ്ടിട്ട് മുന്നേ വിറ്റോണ്ടാർക്കല്ല ഭയങ്കര അസൂയായി. ഓർമ്മല്ല മറ്റേ നമ്മളെ പോലീസ് ഉണ്ടല്ലോ, ഏത് ബ്ലാക്ക് നാളെ പിടിക്കുന്ന ഓർക്ക് രഹസ്യമായിട്ട് ആ CIDകൾക്ക് ഇത് കൊടുത്തു, ഇൻഫർമേഷൻ കൊടുത്തു.
ഒരു വലിയ ഒരു 3 തട്ടിന്റെ ബസ്സിൽ ഒരു ഫുള്ള് പോലീസുകാർ വന്ന് എത്ര ഉരുളിന്റെ 3 തട്ടിന്റെ ബസ്, 2 തട്ടിന്റെ ബസ്, 2 തട്ടിൽ ഫുള്ള് പോലീസുകാര്, മുകളിലെ തട്ടിൽ ഇങ്ങനെ അതിന്റെ ഇതുണ്ടല്ലോ അതിൽ കളമാറണ്ടോ, അങ്ങനെ 3 തട്ട്, അങ്ങനെ മറ്റേ ചാലല്ല, അങ്ങനെ കുറച്ച് കുറയോ അല്ല കുറക്കാൻ എന്തില്ലാലോ. 2 തട്ടിന്റെ ബസ് നമുക്ക് അറിയുന്നല്ലോ ബോംബെയിൽ പോലീസുകാരുടെ ബസ്. പിന്നെ ആടെല്ലാം സർക്കാർ ബിൽ ഇങ്ങനെ പോലീസാക്കി ചെലവാക്കില്ലല്ലോ, ഉള്ള ബസ്സിൽ കുറച്ച് കുത്തി കയറ്റിട്ട് വിട്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോ ഞാൻ അങ്ങനെ ജോറ് ഒന്നാകെ വലിച്ചപ്പോ ഞങ്ങൾക്ക് എന്തോ ആക്കില്ല, എന്നെ പിടിച്ച് കൊണ്ടുപോയിട്ട് ആടുത്ത ജയില് നമ്മളിങ്ങനത്തെ തുക്കിടാ ജയിലാ. ഒരു 10-50 ഏക്കറിൽ എത്ര ഏക്കർ? ഒരു 30 ഏക്കറിൽ ഒരു 20 എങ്ങനെ ഉണ്ടാവും, 20 ഉണ്ടാവും. 20 ഏക്കർ ജാഗ മാത്രമല്ല 10-15-20 തട്ടോളം ഉള്ള ജയിൽ, ഒരു 10-12 തട്ടോളം ഉള്ള ജയിൽ. അത് ഉണ്ടോ നിങ്ങൾക്ക് അറിയാത്ത, അത് ഉണ്ട്. അതിൽ താഴത്തെ തട്ടിലല്ല ഫുള്ള് ഭീകരന്മാരുണ്ടല്ലോ, നമ്മളെ ടെററിസ്റ്റുകൾ കാണുമ്പോ പേടിയാണ്. ഒരു താഴെ നിർത്തി എന്നറിയോ, ഈ കുറ്റകൃത്യങ്ങൾ ആളെല്ലാം കൊണ്ടവർ പേടി വരാനും വേണ്ടി താഴെ കാണുമ്പോ നമുക്ക് ഇങ്ങനെ പിന്നെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്യല. അങ്ങനത്തെ ഗുണ്ടകളെ പോലീസുകാരെ ശിക്ഷ ഒന്നും വേണ്ടാന്ന് അവർ കണ്ട തന്നെ മതി, പിന്നെ തെറ്റ് ചെയ്യലാന്ന് ഞാൻ കണ്ണിയും വിരോധിക്കൊണ്ട് കണ്ടെങ്കല്ലേ പിന്നെ അതിലാടെ നമുക്ക് നിൽക്കാലിക്കായി. അങ്ങനെ ഞാനാക്കി ഞങ്ങളെ ഈ കാസറ്റ് കള്ളന്മാരായി ബ്ലാക്കിൽ വിൽക്കുന്ന ആളെല്ലാം ഇവിടെ 5-ാമത്തെ തട്ടിൽ. എത്രാമത്തെ? 5-ാമത്തെ തട്ടിൽ. അത് ഞാൻ 5-ാമത്തെ. അപ്പൊ ഈ തട്ടിന്റെ കണക്ക് എങ്ങനെയില്ലെങ്കിൽ ആട്ടിന്റെ പുറത്ത് പോകുന്നതല്ല, ഓരോ തട്ടിലും ആ തെല്ലിൽ പോലീസുകാരുണ്ടാവും. ഞമ്മ ഉള്ളിൽ നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തുന്നി, അതിൻ്റെ ഉള്ളിൽ തന്നെ തോന്നി, അതിൻ്റെ ഉള്ളിൽ നിന്ന് കുഴിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ. അങ്ങനെ ആ റെസ്റ്റിന് സമയത്ത് ഞാൻ ഇങ്ങനെ കഴിച്ച് ആ പുറത്ത് മറ്റേ ഇതുണ്ടല്ലോ ബാൽക്കണി ഇത് ഇങ്ങനെ നോക്കുമ്പോ ഉണ്ടോ തായാ പവലിയനില് നല്ല 2 മസുലന്മാരും ഒരു മുടിയനും ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഒരു ക്യാരി ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ജോർക്ക് ഒരാളും കൂടി വേണം ചൊട്ടാൻ, ഞമ്മക്കിത് അറിയാലോ. അങ്ങനെ അതിൽ നിന്ന് ഒരു ബോഡി ഗാർഡ് ഇയാൾ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് ഫേസ് ടു ഫേസ് എന്നെ കണ്ടേ. അങ്ങനെ ഒരു ഇതാ അപ്പൊ ഞങ്ങൾക്കൊരു സന്തോഷമായി. ഇത്ര ആള് എന്നെ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും എന്നോട് ഒരു പിസ്ത കൊണ്ടിരണം. ഞാൻ ഇങ്ങനെ പാഞ്ഞിങ്ങനെ വരുമ്പോൾ പോലീസുകാർ പിടിച്ചു. ഓരോ ഇതിൽ പോലീസുകാരുണ്ടല്ലോ, പോലീസുകാർ പിടിക്കുമ്പോ നടുവിൽ ഇരുന്നിട്ട് ഒരാൾ ഇരുന്നിട്ടുണ്ടേ. അയാളിങ്ങനെ ഓഫീസർ അപ്പാണ് വേറെ ബല എനിക്ക് അറിയുന്നത്. ഞാൻ അങ്ങനെ പാഞ്ഞോണ്ട് വന്നിട്ട് ചൊറക്ക ഇരുന്നുണ്ട്. അപ്പൊ ഈ ക്യാരം ബോർഡ് ചൊട്ടാനാണ് ചൊറക്ക ആള് വേണ്ടത്. നോക്കുമ്പോഴോ ഈ ഇങ്ങനെ ഇരുന്നിട്ട് സൈഡ് 2 ആൾ ഇതാണ് ഞാൻ മുന്നേ കണ്ടിനല്ലോ. ഈ ഇന്നോൻ ഇങ്ങനെ മുടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊന്തിക്കുമ്പോ നമ്മളെ സഞ്ജു സഞ്ജിതത്ത് നമ്മളെ പിക്ചറിൽ പോവാനായിട്ട് ഒരു കഥ പറയുന്നല്ലേ. അങ്ങനെ നോക്കുമ്പോ സഞ്ജിതത്ത് മാലൂമേ ഗാരിംബോർഡ് ചാലുക അങ്ങനെ നോക്കും. അപ്പൊ ഞങ്ങക്ക് ഭയങ്കര കളിയല്ലേ, നിനക്ക് അറിയുന്നല്ലേ. ഞാൻ ക്യാരം ബോർഡിൽ എത്ര ബോർഡ് വിട്ട എത്ര ബോർഡ് വിട്ടാക്കി അല്ല അറിയോന്ന് ചോദിച്ചതോടോ, അറിയോന്ന്. അങ്ങനെ നോക്കുമ്പോ ഞാൻ ഇട്ട് ചൊട്ടിയല്ല നോക്കുമ്പോ സഞ്ജിതത്തിന് തന്നെ എന്നോട് പിസ്സായിപ്പോയി. ബോഡി ഗാർഡുമാർക്ക് ഒന്നിലും ജയിക്കാനേ കഴിഞ്ഞില്ല. ഞങ്ങൾ തന്നെ എല്ലാത്തിലും ജയിച്ച് ലാസ്റ്റ് ഒരു ബോർഡ് വിട്ടു. പിസ്സായി. പിന്നെ സഞ്ജിതത്തിൽ ഇന്നെ പോലീസുകാരെ വിളിച്ചാൽ ഇന്നെ ഓനെ റിലീസ് ആക്കണം. ഒരു കേസല്ല ഞാൻ എഴുതി തള്ളുന്ന മാതിരി ആക്കിയില്ല. അങ്ങനെ എന്നെയും വിട്ട് പിന്നെ ഓരോ എങ്ങനെ വൈകുന്നേരം പോകുന്നല്ലേ, ഓരോ കുസാലി മന്ത്രി ക്യാരം ചൊട്ടിയാടെ റെസ്റ്റ് സമയത്ത് ഓർക്ക് എന്ത് കേസ് ഇടോ. അങ്ങനെ ഓരൊക്കെ എന്നെയും കൊണ്ടുപോയി ഓരൊക്കെ പിന്നെ പോന്നേറ്റക്കല്ല തന്നെ ബായ് മേലെ സാത്താവൽ എന്നെയും കൊണ്ടു പോന്നെ. നോക്കുമ്പോ ചോറ് പോന്നതിന്റെ ഇടയിൽ അല്ലടോ ഈ സഞ്ജീവത്തിന് ഗുണ്ടകൾ വെക്കുന്നത്. ഓൻ വലിയ ഗുണ്ടല്ല അടുത്ത് വെടി വെക്കുന്നത്. ഇത് ഞാനിങ്ങനെ ഒഴിച്ചിക്കും കാറിന്റെ ഉള്ളിൽ അതിൽ ഒഴിച്ചിക്കും. പിന്നെ എനിക്ക് പേടിയായി. അങ്ങനെ ഞാൻ എല്ലാം ചോറത്ത് ഒറ്റിൽ നിർത്തിയിട്ട് അമ്മ ചാറിയിട്ട് ചോറൊക്കെ അങ്ങനെ നമുക്ക് എപ്പോഴും ഒരു ജീവിതം കിട്ടോ. ഇടയ്ക്ക് ഒന്നും കൊണ്ടുപോയില്ലേ.
പിന്നെ ചോറ് വന്നിട്ട് എൻ്റെ ഏരിയയിൽ എന്നെ പെട്ടാനായി ഞങ്ങൾ ആത്മീയുടെ ഉണ്ടാലിട്ട് ഞാൻ ഇല്ലാൻ ചെല്ലി റെറ്റി അങ്ങനെ എല്ലാം ഓറായിട്ടും ഒഴിവായി. ദുബൈക്ക് എത്തി അങ്ങനല്ല. ദുബൈക്ക് ഇല്ലെങ്കിൽ വേറെ 2 ചങ്ങായിമാർ എന്നോടല്ലേ നീ ദുബൈക്ക് വരുന്ന ഇപ്പം നല്ല ചാൻസ് ഉണ്ട് നെല്ലി. അപ്പം ഞാൻ ഞങ്ങൾക്ക് ദുബൈക്ക് വരണമെങ്കിൽ ഞങ്ങൾക്ക് ബോംബെന്ന് വരാല്ല. സഞ്ജിത്തിന്റെ ആൾ എന്നെ പൊക്കും കണ്ടെങ്കിൽ പിസത്തിലിടോ. പിന്നെ ഞാൻ സഞ്ജി അത്ര ചങ്ങായിപ്പാടായതല്ലേ പിസത്തിൽ പൊക്കും. അത്ര ബന്ധോട് ഞാൻ ഓനെ സഞ്ജുവൽ മോനെ അംസൂനാൻ ചെല്ലലെന്നെ. പിന്നെ അത് ബന്ധമില്ലായിട്ടാ അത് അങ്ങനെ ഞാൻ ഇതാക്കിയേ ദുബൈക്ക് പോകാണ്ട് ബോംബെക്കേ പോയില്ല. ഞാൻ ഡൽഹിക്ക് പോയി നമ്മളോടെ കളി. പിന്നെ നമ്മളെ ഒക്കെ ആയാലോ ഡൽഹിയിൽ പോയിട്ട് ഞാൻ അപ്പൊ സിഗരറ്റ് ഭയങ്കര വലിയല്ല. അപ്പൊ പാനാമട്ട് ഇങ്ങനെ ബെൽക്കിന്നിട്ട് ബാക്ക് നിർത്തുന്ന തോണ്ടി ബാക്കിന്ന് ഞാൻ മാച്ചസ് ഉണ്ടാക്കി തോണ്ടി തീപ്പെട്ടിടോ തീപ്പെട്ടി അത് നീ കേക്കണോ അല്ല നീ കേക്കണോ തീപ്പെട്ടി ഉണ്ടായിട്ട് എന്നെ തോണ്ടിട്ടായിട്ട് ഞാൻ ഇങ്ങനെ ബാക്കോട്ട് നോക്കാണ്ട് തീപ്പെട്ടി ഇങ്ങനെ കൊടുത്തു. 2ാമത് ഒരു ആദ്യം തോണ്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ നല്ല തിരിഞ്ഞു നോക്കുമ്പോ അസു കപ്പിടോ കപ്പിൽ നമ്മളെ ഇന്ത്യ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ആ സമയത്ത് ഓരെന്തോ പരിപാടിക്ക് ബഹ്റൈനിലേക്ക് പോലെ ഈ കണ്ടിട്ട് ഞാൻ ഒരു കോത്തെല്ലാം പൊടിച്ച് ഭയങ്കര പിസ്സാക്കി. എന്നെ പിന്നെ എനിക്കറിയില്ല വലിയ സിഗരറ്റ് ഇടോ പനാമാന്റെ മുകളിലുള്ളത്. അല്ല ദുബൈക്ക് പോയ കഥ അറിഞ്ഞായിരുന്നു ഞാന്. അങ്ങനെ ദുബൈക്ക് പോയിട്ടാ ബഹ്റൈനിൽ പോയി അങ്ങനെ ഓരോ ഞങ്ങൾ ഒന്നാകെ ഒരേ ഫ്ലൈറ്റിൽ കയറി നിനക്ക് എന്തെങ്കിലും പണി ഉണ്ടാന്ന് വെച്ച് കപിൽ ദേവ് ആള് പാപ്പം കപിൽ ദേവ് അസറുദ്ദീൻ നമ്മളെ കൗമന്നെ അത് ആളത്ര ശരിയില്ല ഒരു പിസ്തോ ഇല്ല. കപിൽ ദേവ് എന്നോട് എനിക്ക് പണിയൊന്നും ഇല്ല ഞാൻ പണി ഇങ്ങനെ പോകുന്നത് അന്വേഷിക്കുക. നീ പഠിക്കുന്നത് എന്റെ ചങ്ങായി ഞാൻ വിളിക്കും ഓന്റെ പൈലറ്റ് ചങ്ങായി. നീ മനസ്സിലാക്കണോ പൈലറ്റ് ഓന്റെ ചങ്ങായി ബഹ്റൈനിൽ. അയാളെ എയർപോർട്ടിൽ എത്തിയപാട് വിളിച്ച് പണി ഉണ്ടാന്ന് ചോദിച്ചു. അപ്പൊ പൈലറ്റിൽ ഇപ്പൊ 2 ദിവസത്തേക്കൊക്കെ ഒരാൾക്ക് പണിയുണ്ട്. 2 ദിവസത്തിനുള്ളിൽ വരണല്ലോ ഇപ്പൊ വരാൻ ആളുടെ എന്ത് പണിയായിട്ട് ഡ്രൈവർ. അപ്പൊ എന്നോട് കപിൽ ദേവ് കേട്ട് എനിക്ക് ഡ്രൈവിംഗ് അറിയോ പറഞ്ഞിട്ട് വരെ വണ്ടി ഓട്ടിയോന്ന് ഞാനല്ലേ. കഥയുണ്ടല്ലോ വിടലല്ലടോ നടന്ന സംഭവം അല്ല കണ്ണൂർന്നിടത്തേക്ക് വിട്ട കഥ. നിനക്ക് ഒരു ആക്കൽ കുറച്ച് ജാസ്തി. അങ്ങനെ വലിയ ആൾ ഒരു വലിയ മനുഷ്യനെ അങ്ങനെ പറയുമ്പോ ആക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ എന്നോട് ഓട് പറഞ്ഞു ഈ എന്താ അങ്ങനത്തെ ഒരു പോക്ക് നിക്ക് കഥ പറഞ്ഞു ഓർന്നേ. അങ്ങനെ നോക്കുമ്പോഴേക്ക് ഞാൻ എന്താക്കി ഓൻ വിളിച്ച് ഡ്രൈവിംഗ് അറിയുമ്പോ ഓന്റെ പൈലറ്റ് വിളിച്ചിട്ട് പണി എന്ത് ഡ്രൈവിംഗ് ചെയ്യുമ്പോ റണ്ണിങ്ങിൽ നമ്മളെ ഫ്ലൈറ്റ് വരുന്ന റണ്ണിങ് ഉണ്ടല്ലോ റൺവേന്ന് എയർപോർട്ടിലേക്ക് ആളെ കൊണ്ടുവന്ന ഒരു ബസ്സിൽ ഇങ്ങനെ കുറച്ചു ഇല്ല ഡ്രൈവർ ചെറിയ പണി ശമ്പളം നോക്കും വെൽത്തു കിട്ടി കപിൽ ദേവിന്റെ ഗ്യാറോപ്പിലല്ല കിട്ടിയ. അങ്ങനെ അതിൽ പണിക്ക് കയറി. അങ്ങനെ ഞാനും ഈ പൈലറ്റും ചെറിയ ചങ്ങായിപ്പാണ്ടായി. അപ്പൊ ഞങ്ങളെ റൂം അപ്പുറത്ത് ആരാ ഞൻ്റെയും പൈലറ്റിൻ്റെ റൂം അപ്പുറത്ത് ഒന്ന് നോക്കുമ്പോ പൈലറ്റിന്റെ റൂമിൽ ഷോർട്ട് സർക്യൂട്ടായിട്ട് ഫുള്ള് കറണ്ടും ഇല്ല വെള്ളവും ഇല്ല എന്തുമില്ല. ഇങ്ങനെ ബേജാറിൽ ഞാൻ ലഞ്ചിന് വരും ബേജാറിൽ ഇരുന്നിട്ടുണ്ട്. എന്തുടോ ബേജാറ് കറണ്ട് പോയിട്ട് റൂമിൽ എന്തില്ല പഠിക്കുന്നത്. എൻ്റെ ഉള്ളിൽ 2 കട്ടിലുണ്ടല്ലോ നീടെ കിടന്നോ. അങ്ങനെ പൈലറ്റും ഞാനും പിന്നെ അതിൻ്റെ ഉള്ളിൽ കടക്കലും പുടിക്കലും കുളിക്കലും എല്ലാം ആയിട്ട് ഭയങ്കര ചങ്ങായിപ്പാടായി. പൈലറ്റ് ഇടയ്ക്കിടയ്ക്ക് എന്നോടും നീ നമുക്ക് പ്ലെയിൻ ഒന്ന് റിപ്പയറിനെ ഒന്ന് നോക്കാനെല്ലാം ഉണ്ടാകുന്നു. ഈ അവൻ എന്നെ ഉള്ളിലിരുത്തും. നീ നല്ല ഒന്ന് സ്വിച്ച് ഇട്ടിട്ട് ഓണാക്കിയിട്ട് റേസാക്ക് ഞാൻ ബാക്കെല്ലാം നോക്കിക്കോണം പുക പോകുന്ന അങ്ങനത്തെ നോക്കിക്കോ. അങ്ങനെയാണ് ഞാനും പൈലറ്റ് ചങ്ങായിട്ട് ഈ ഫ്ലൈറ്റിന്റെ പണിയാണ് പഠിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ടുപോയി ഈ ഫ്ലൈറ്റിൽ ഇരുത്തും. കുറച്ചങ്ങോട്ട് എടുക്കുള്ളൂ എന്നാ ഇതിന്റെ അടി അങ്ങനെ നിന്നേത്തിന് കാണുന്നില്ല. കുറച്ചങ്ങോട്ട് എടുക്കും. എല്ലാം പഠിച്ചതെല്ലായി റെഡിയിലുണ്ടായി. അപ്പോഴേക്കാണ് വരുന്ന പൈലറ്റിന് പനിയും ചാമിയും ജലദോഷമെല്ലായിട്ട് ഭയങ്കര ക്ഷീണം. ഞാൻ ഉച്ചക്ക് ലഞ്ചിന് വന്നിട്ടാ എന്നോടല്ലേ ഞാൻ ഇപ്പൊ എണിച്ചിട്ട് പോയാൽ ഞങ്ങൾക്ക് ബൈത്തോ നീ ബൈക്കുന്നതിന് മുന്നേ ആ ഫ്ലൈറ്റിനെ ഒന്ന് ആടെ ഇതിൽ കൊണ്ടുവച്ചിരുന്നു പറഞ്ഞു. എന്തില് അപ്പൊ ഞങ്ങൾക്കൊരു പേടിയായി കൊണ്ടുപോയിട്ടാ ഇതുവരെ ഇതിന്റെ പറ്റി റേസാക്കിയതും ഇങ്ങനെ ഇതാക്കിയതും അല്ല. ഇപ്പൊ ഏതായാലും ഞാൻ ചെല്ലല്ല ധൈര്യം തന്നും ചെയ്തു. ഞാൻ മല്ല കയറി മല്ല ഇങ്ങനെ കൊണ്ടുപോകാൻ നോക്കുമ്പോഴേക്ക് എന്ത് മോശം ഞങ്ങൾ കാറിനെ പോലെ നല്ല സുഖമല്ലേ ഇത്. അങ്ങനെ ഞാൻ ഇങ്ങനെ അതിൽ ഇരുന്നിട്ട് ഇങ്ങനെ മല്ല കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു ആശ ഒന്ന് പൊന്തിച്ചു നോക്കിയെങ്കിലാണ് ഇതിന്റെ സ്വിച്ച് അറിയണല്ലോ.
വിമാനോടോ വിമാനോ ഹായ്. സ്വിച്ച് അറിയണാലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ സ്വിച്ച് എത്തുമ്പോ ഇങ്ങനെ ഒരു പാറും പോലത്തെ ഒരു ഇത് ഉണ്ടായില്ല, ഒരു ചിഹ്നം. ഞങ്ങക്ക് തോന്നി ഞങ്ങൾക്ക് പിന്നെ ഇതിന്റെ ടെക്നിക്ക് വേഗം കണ്ടുപിടിക്കാൻ. ഞങ്ങൾ തോന്നി ഇതന്നെ ഞാൻ മല്ല ഇതിനുണ്ടാക്കി ഇങ്ങനെ മല്ല പൊന്തിക്കുമ്പോൾ മല്ല ഇങ്ങനെ മൂക്ക് പൊന്തിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കില്ല, ഒറ്റ പൊന്തിക്ക് ഒരൊറ്റ വിടല്. നിങ്ങ വിടൽ ഭയങ്കര ആ വിടലോ ഫ്ലൈറ്റ് വിട്ടത്. ഞാൻ വിട്ടിട്ട് നോക്കുമ്പോ എന്തോ ഒരു കാറ്റും നല്ല ഒരു കുളിരും എല്ലാം വന്ന് നോക്കുമ്പോ ഇത് കറക്കണ്ടേ, കുറച്ചിങ്ങനെ കറക്കിട്ടാകുമ്പോ എനിക്ക് ഒരു പേടി വന്നു നോക്ക്. പിന്നെ ഞങ്ങൾക്ക് ടെക്നിക്ക് വേഗം പിടിക്കാൻ കിട്ടുന്നില്ലേ. ഞാൻ നല്ല നോക്കുമ്പോഴേ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണ ഒരു കഥ പറയുന്നല്ലേ. നിങ്ങൾ ഒരു കഥനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്ത് പിള്ളേർപ്പാ ഇത്. നിങ്ങൾക്ക് ഇതൊന്നും അറിയുന്നില്ലെങ്കിലും പറയുന്ന ആൾ ആദ്യം പഠിച്ചൂടെ ഇതല്ലോ. അങ്ങനെ ഞാനിങ്ങനെ ഇതിന്റെ ചിഹ്നം നോക്കിയിട്ട് അതേ ചിഹ്നത്തെ അതും നല്ല മൂക്കൂട്ടിട്ട് മുട്ടാടി എത്താനും കുലുങ്ങിനെങ്കിലും എങ്ങനെയല്ലോ എത്തി. പിന്നെ ഞാൻ ഓനോട് പറഞ്ഞില്ല എടുത്തിട്ട് പോയത് മല്ലാടെ കൊണ്ടുവച്ചിട്ട് ആ ഹെൽമെറ്റ് ഉണ്ടല്ലോ അതിട്ടുണ്ട്, ആർക്കും അറിഞ്ഞിട്ടില്ല ആര് വന്നേ പോയെന്ന്. അല്ല നിങ്ങളെ വേറെ നിങ്ങൾക്ക് തല്ല് കൊണ്ടുവന്നില്ല അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങ പോയിരുന്നു. നിങ്ങൾ അത് മാത്രം പറയും. തല്ല് ഞങ്ങൾക്ക് ആകെ ഒരിക്കൽ കൊണ്ടുവരും. അത് ചെറിയ അത്ര വലുതുണ്ടാമല്ലോ, ഒരു 10-20-25 വയസ്സിന്റെ. ആ സമയത്ത് ഇല്ലെങ്കിൽ എല്ലാവരും പിന്നെ ഈ പെരുന്നാക്കെല്ലാം ഭയങ്കര പൈസ കാണും ചില പുള്ളറയിൽ. ഇത് കണ്ടിട്ടാവുമ്പോ ഞാൻ എന്താക്കി, ചോറെല്ലാം ഇങ്ങനെ പൈസ ഉണ്ടല്ലോ, 1-2-3 പുള്ളറ പയ്യ നടന്ന് നോക്കുമ്പോ നല്ല വെള്ള തൊപ്പി വെച്ചിട്ട് പള്ളിയിൽ കയറി കുറഞ്ഞ ഒക്കെ വേറെ ആരും ഉണ്ടെങ്കിൽ നല്ല പൈസ അല്ലടോ. ഞാൻ വെച്ച് ഞാൻ ഈ ചാൻസ് കളീനെ നല്ല തൊപ്പിയെല്ലാം മേങ്ങി വെച്ചിട്ട് 1-2 പള്ളിക്ക് പോയി. വൃത്തി പറയുന്ന ആൾ ഒക്കെ കൂടി അങ്ങ് മതി, പറയണോറ്റില്ല. അങ്ങനെ വരുന്ന ഞാനും പോയിട്ടായിട്ട് വരുന്ന നോക്കുമ്പോഴേക്ക് ഒരു പള്ളിയിൽ വേറെ ആരും പറയാനില്ല, പെടാൻ പെട്ട്. ഞമ്മക്ക് പിന്നെ വലിയ അറിയും ചെയ്യാലോ. നോക്കുമ്പോ ഒരു ടൗണിലെ പള്ളിയും ഫുള്ള് ആ ഗുപ്തിന്റെ അറിഞ്ഞ സമയത്ത് ഫുള്ള് മൂട്ടിയെല്ലാം വെച്ചിട്ടുണ്ട്. ഫുള്ള് മൂട്ടി വെച്ചിട്ട് ബോഡി ഫിറ്റെല്ലാം ഇട്ടിട്ട് പോരാത്തിന് ബോംബെ വെയ്ക്കിങ്ങിന്റെ പാട്ട് ഒന്നാകെ ഇറങ്ങിയിട്ടുള്ള സമയം. നിനക്കറിയാലോ, നീ ചെറിയൊക്കെയല്ലേ, ഓനിക്കറിയും അതിലാക്കോട്ടെ. ഓർക്കല്ല ഇതിനെ പറ്റിയിട്ട് അറിയും. ഇയാൾ ചെറിയ ചെക്കല്ലേ, എന്ത് ബോംബെ വെയ്ക്കിങ് എന്ത് ഗുപ്ത് നിനക്ക്. അങ്ങനെ ഏതായാലും ഞാൻ എന്താക്കി, പുള്ളേർക്ക് ഒരു ഉപദേശം കൊടുക്കണം. അല്ല കണ്ണാടിയെല്ലാം വെച്ചിട്ട് പള്ളിക്ക് വരുന്ന ശരിയല്ലോ. അങ്ങനെ പിള്ളേർക്ക് ഒരു ഉപദേശം കൊടുക്കാതെ ഞാൻ ചെല്ലി, പണ്ടൊക്കെ ഞങ്ങളെ കാലത്തൊക്കെ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖാലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമി, ദിക്റുകൾ ചൊല്ലലും അതുപോലെ തന്നെ മൗലീദോദലും ഒക്കെ ആയിട്ട് ഒരുപാട് ഹയാത്താക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാലോ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? ഗുപ്തിന്റെ മുടി, ബോഡി ഫിറ്റ് ബനിയന്, എന്ത് കോലമാടതോ. പോരാത്തതിന് എപ്പോഴും നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നത് वो चली देखो प्यार की गली उसे रोके ना कोई ഫാമിലി. ഞാനൊരു ഉപദേശം കൊടുക്കുന്നല്ലേ, ഇങ്ങനെ ചെല്ലുമ്പോണ്ടോ ഈ പിള്ളേർ ഒന്നകണിച്ചിനെ പള്ളിന്ന് ഒന്നകണിച്ചിന്. പിന്നെ ഞാൻ വിട്ടില്ല, ഇങ്ങനെ എണിച്ചിട്ടാകുമ്പോ ഞമ്മക്ക് ഒരു ഇൻട്രസ്റ്റ്. ഞാൻ എണിച്ചു She's found his love that fill now her wandered far and see family tell she toys what she can hide all her joy wrapped up inside she can't buy to Rubin I tell you how she feel ഒന്നാകെ കൂട്ട ഡാൻസ്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്തത് ഒരു തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നാ, എന്നാൽ അന്ന് പള്ളി കമ്മിറ്റിക്കാർക്ക് അത് തെറ്റായിട്ട് തോന്നി. എങ്ങനെയാണ് തല്ലുകൊണ്ടത്, മനസ്സിലായില്ലേ?